ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഒരുപാട് ദിവസത്തിന് ശേഷമുള്ളൊരു വീഡിയോ ആണിത്. ആഴ്ചയിലൊരു 2 വീഡിയോ ഒക്കെ ഇടണം എന്നൊക്കെ വിചാരിക്കും, പക്ഷേ ടൈം അങ്ങോട്ട് കിട്ടുന്നില്ല. അതാണ് നമ്മളെ വർക്ക് റിലേറ്റഡ് ഒക്കെ ആയിട്ട് ബിസി ആയി പോകുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ടൈം കിട്ടുന്നില്ല. പിന്നെ ഇപ്പോൾ ചെറിയൊരു റെസ്റ്റിലും കൂടിയാണ്. എനിക്ക് കൈ കടച്ചിലായിട്ട് ഇപ്പോൾ ഹെൽപ്പിനൊരു ഇത്ത വരുന്നുണ്ട്. അപ്പോൾ പിന്നെ കൂടുതൽ പണികളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് വീഡിയോ അങ്ങനെ ചെയ്യാതിരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു മഴ ദിവസം കൂടിയാണ് കേട്ടോ. അപ്പോൾ പണികളൊന്നും അങ്ങനെ കാര്യമായിട്ട് ചെയ്യാനില്ലാത്തതുകൊണ്ട് തന്നെ പുറത്തിറങ്ങി ചെടികളുടെ ഒക്കെ അടുത്ത് കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന്. അങ്ങനെയാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക. ഇഷ്ടമായാൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യണേ. അപ്പോൾ അതാ രാവിലെ ഒരു 8 മണിയായപ്പോഴേക്ക് ഫുഡും കാര്യങ്ങളും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ എൻ്റെ ഉമ്മയും കൂടി ഉണ്ട്. എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് വന്നതാണ്. അപ്പം ഹെൽപ്പിനുള്ള എത്തി ഉമ്മയും എല്ലാവരും കൂടെ അങ്ങനെ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ഞങ്ങൾ ചായ കുടിക്കുകയാണ്. ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും മീൻ കറിയാണ് കേട്ടോ. നല്ല മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തേങ്ങ അരച്ച് നല്ലൊരു കറി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇതാ നീർദോശയും നല്ലൊരു കോമ്പിനേഷൻ ആണല്ലോ. പിന്നെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് ഉണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക രസം തന്നെയാണ്. അപ്പോൾ പുറത്ത് നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കുടയൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. ശരിക്കും മഴ പെയ്യുന്ന സമയത്ത് നമ്മളെ ചെടികൾ ഇങ്ങനെ മഴയത്ത് നനഞ്ഞ് നിൽക്കുമ്പോൾ കാണാൻ ഒരു പ്രത്യേക ഒരു ഭംഗിയാണല്ലേ. അങ്ങനെയുള്ള സമയത്ത് എന്താ പറയുക, ചെടികളുടെ അടുത്ത് ഇങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് നടക്കുക എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക രസം തന്നെയാണ്. പിന്നെ മഴക്കാലമായാലും കുറേ കാര്യങ്ങൾ ചെയ്യാനും ഉണ്ടാവുമല്ലോ ഗാർഡനിൽ. നമുക്ക് കുറേ ചെടികളൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെക്കാനൊക്കെ പറ്റിയൊരു ടൈമാണല്ലോ. പിന്നെ അതാ നമ്മളെ ഗ്രാസൊക്കെ അത്യാവശ്യം ഇങ്ങനെ വളർന്നു വന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പ്രൂൺ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മെയിൻ്റനൻസിനും കാര്യങ്ങൾക്കൊക്കെ ആളെ വെച്ചിട്ട് അങ്ങനെ ചെയ്യിക്കാറാണ് കേട്ടോ. നമ്മൾ ഗേറ്റിൻ്റെ ഈ ഒരു ഭാഗത്ത് കലാത്തിയ പ്ലാന്റ്സ് ആണ് കേട്ടോ വെച്ചിട്ടുള്ളത്. കലാത്തിയും പിന്നെ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് സ്പൈഡർ ലില്ലിയാണ് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ മഴയത്ത് കുറച്ചിങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ തൂങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട്. നല്ല തിക്കായിട്ടൊക്കെ വളർന്നു വന്നിട്ടുണ്ട്. പക്ഷേ മഴ പെയ്തപ്പോൾ കുറച്ചിങ്ങനെ തൂങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ശരിയാക്കണം. പിന്നെ അതാ ഈ ഒരു ടെർമിനേലിയ പ്ലാന്റും ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ചെരിഞ്ഞിട്ടുണ്ട് കണ്ടല്ലോ. അതും നല്ല മഴ പെയ്തപ്പോൾ ഇങ്ങനെ കനം തൂങ്ങിയിട്ട് ചെരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒരു സപ്പോർട്ട് ഒന്നും കൂടെ കൊടുത്ത് റെഡിയാക്കാനുണ്ട്. അപ്പോൾ മഴക്കാലത്ത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ എന്താ പറയുക കറക്റ്റായിട്ട് നോക്കി റെഡിയാക്കിയൊക്കെ നിർത്തിയാൽ തന്നെ ശരിക്കും നമ്മളെ ഗാർഡനൊക്കെ നല്ല ഭംഗിയിൽ നിൽക്കുകയുള്ളൂ. ഈ ഒരു ഭാഗത്തായിട്ട് ഇതാ ഈ ഒരു കോമ്പൗണ്ട് വാളിൽ നമ്മൾ കാറ്റ്സ് ക്ലോ പ്ലാന്റ് ആണ് കേട്ടോ പടർത്തി കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിന് താഴെ ഷെഫ്ലോറ പ്ലാന്റും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു മഴ സമയത്ത് നമുക്ക് കട്ട് ചെയ്ത് ഇതിൻ്റെ സ്റ്റെമ്മൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്ത് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ചെയ്യാനുണ്ട്. ശരിക്കും പറഞ്ഞപ്പോൾ റെസ്റ്റിലായതുകൊണ്ട് ഇങ്ങനെ ക്ഷമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ പണികൾ ഈ ഒരു മഴക്കാലത്ത് ചെയ്ത് വെക്കാനുണ്ട്. നല്ല രസമുള്ള പരിപാടിയാണ് കേട്ടോ. അതൊക്കെ ചെടികളെ കാര്യങ്ങളും അതിൻ്റെ പ്രൊപ്പഗേഷനും പുതിയ തൈകൾ ഉണ്ടാക്കുക അങ്ങനെയുള്ള പണികളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ ഞാൻ. ഈ മഴവെള്ളം നല്ല ശക്തിയിൽ വന്ന് വീണാൽ ഇതുപോലെ പുല്ല് നശിച്ചു പോകട്ടോ, അതിൻ്റെ വേരൊക്കെ ചീഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ഭാഗത്ത് ആ ഒരു ടെറസിൽ നിന്ന് വരുന്ന ആ വെള്ളം ഉണ്ടല്ലോ ആ ചങ്ങലിൽ കൂടെ, അത് നല്ല ശക്തിയിൽ വീണിട്ടാണ് അങ്ങനെ പോയിട്ടുള്ളത്. ശരിക്കും അതൊന്നുകൂടെ താഴ്ത്തി ഇട്ട് കൊടുക്കണം ഒരു ചങ്ങല. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്ത് ഒന്ന് ജോയിൻ്റ് ആക്കി കൊടുക്കണം. ഇനി അതിൻ്റെ താഴ്ഭാഗത്ത് പോയ പുല്ലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാനുണ്ട്. അങ്ങനെ കുറേ പണികൾ ചെയ്യാനുണ്ട് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ എല്ലാം ഒന്ന് ചുറ്റുവട്ടമൊക്കെ ഒന്ന് നോക്കി കാര്യങ്ങളൊക്കെ എന്തൊക്കെ ചെയ്യാനുള്ളതെന്നൊക്കെ നോക്കി നടക്കുകയാണ് ഞാൻ. പിന്നെ ഇതാ നമ്മളെ വീടിൻ്റെ ഒരു സൈഡിലായിട്ട് ഈ ഒരു ഭാഗത്ത് ഞാനിങ്ങനെ ഒരു പോളി ഹൗസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കുറേ ഷെയ്ഡ് ലവിങ് പ്ലാന്റ്സും മഴ കൊള്ളാൻ പറ്റാത്ത ചെടികൾ അങ്ങനെയൊക്കെയാണ് വെച്ചിട്ടുള്ളത്. ഇത് കിച്ചണിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ഭാഗമാണ് കേട്ടോ. പിന്നെ ഇവിടെ നമ്മൾ സെയിലിനുള്ള പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ വെക്കാറുണ്ട്. ഇപ്പോൾ കുറച്ച് സമയമായിട്ട് ഓൺലൈൻ സെയിൽ ഒന്ന് നിർത്തി വെച്ചിട്ടുണ്ട്. നമ്മളെ ലാൻഡ്സ്കേപ്പിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയതുകൊണ്ട്. അപ്പോൾ പുതിയ സ്റ്റോക്കൊക്കെ വരുമ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തൊക്കെ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെയുള്ള വെറൈറ്റീസൊക്കെയാണ് നമ്മൾ സെയിൽ ചെയ്യാറുള്ളത് ഓൺലൈനായിട്ട്. പിന്നെ ലാൻഡ്സ്കേപ്പിംഗ് കാര്യങ്ങളുടെ ഡീറ്റെയിൽസും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. പുതിയ വീടൊക്കെ വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ചെടികളും ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്യാനൊക്കെ സെർച്ച് ചെയ്ത് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം.
അങ്ങനെ ഉള്ളിലെത്തിയപ്പോൾ ഇതാ ഇവിടെ നമ്മൾ ആയിഷാത്ത ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസിയാണ്. വാഷ് ബേസിനൊക്കെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആൾ. അപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് കഴുകി തുടച്ചെടുക്കുകയാണ്. അപ്പോൾ ആൾ കിച്ചണിലെത്തുമ്പോഴേക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇവിടെ വെച്ചിട്ടുള്ള ഈ ഒരു മണി പ്ലാന്റ് കുറച്ച് ദിവസമായി നനച്ച് കൊടുത്തിട്ട്, പിന്നെ അത് ഈ ഒരു പ്ലാന്റ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചാണ്. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാനുണ്ട്. ഇനി ഇത് മഴക്കാലമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ കിച്ചണിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന വുഡൻ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ ഇങ്ങനെ പൂപ്പൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ എന്തെങ്കിലും ഓയിൽ, സൺഫ്ലവർ ഓയിലോ അങ്ങനെയുള്ള എന്തെങ്കിലും ഓയിലും വെള്ളം കൂടെ ഒരു ക്ലോത്തിൽ ആക്കിയിട്ട് അത് വെച്ച് തുടച്ച് കൊടുത്താൽ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ പാടില്ല, വേറെയുള്ള ഓയിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറുമ്പ് വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ അറിയുന്നവരെന്നായിരിക്കും എല്ലാവരും, എന്നാലും അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ക്ലീനാക്കി തുടച്ച് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ആ ഒരു നീറ്റായിട്ട് അങ്ങനെ പൂപ്പലോ കാര്യങ്ങളോ ഒന്നും വരില്ല കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു ടീ കോഫി ഷുഗർ ജാറിൻ്റെ ലിങ്ക് എപ്പോഴും കുറേ പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചതല്ല, ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. ഞാൻ മലപ്പുറം കൈൽ ക്രോക്കറി എന്നാണ് കേട്ടോ അത് വാങ്ങിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ ഒരു ഓയിൽ ബോട്ടിൽസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ട്രേയും വുഡനാണ്. അപ്പോൾ അതും ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കണം. പിന്നെ കിച്ചണിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ഐറ്റംസും ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് എപ്പോഴും ഒന്ന് തുടച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നും നമ്മൾ അടുക്കള ഒരു പുതുമയിൽ തന്നെ ഉണ്ടാവും കേട്ടോ. നമ്മൾ എങ്ങനെയാണോ നമ്മളെ കിച്ചൺ സെറ്റാക്കി വെച്ചിട്ടുള്ളത് ആ ഒരു പുതുമയിൽ നമുക്ക് നിലനിർത്താൻ പറ്റും. പക്ഷെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രം, ഒരുപാട് സമയമാവാതെ എപ്പോഴും ഒന്ന് ഇതുപോലെ ഒന്ന് ക്ലീനാക്കി എടുത്താൽ മതി. അപ്പോൾ നമുക്കത്ര ഭാരം വരില്ല, നമ്മളെ കിച്ചൺ എപ്പോഴും നല്ല നീറ്റായിട്ട് തന്നെ ഉണ്ടാവും ചെയ്യും. ഇനിയിപ്പോൾ അതാ ഈ ഒരു ഇൻഡോർ പ്ലാന്റിൻ്റെ വെള്ളം കൂടെ ഒന്ന് ചേഞ്ച് ആക്കി കൊടുക്കാനുണ്ട്. ഇതിങ്ങനെ വെള്ളത്തിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വെള്ളം നമ്മളിങ്ങനെ ഇടയ്ക്കൊന്ന് മാറ്റി നല്ല വെള്ളം ഒന്ന് ഫില്ലാക്കി കൊടുക്കണം. ഈ ഒരു പോട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതൊരു വെറൈറ്റി പോട്ടാണ്. ഒരു ആൾ കണ്ണടയൊക്കെ വെച്ചിരിക്കുന്ന ഒരു മുഖമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നെസ്റ്റ് ഹോം എന്ന ബ്രാൻഡിൻ്റെയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അങ്ങനെ അതാ നമ്മുടെ പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ എപ്പോഴും നമ്മൾ വൃത്തിയാക്കി ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചാൽ തന്നെ നമ്മളെ വീട് നല്ല ഭംഗിയായിട്ട് ഇരിക്കും. ഇനിയിപ്പോൾ അതാ ഇവിടുത്തെ ഫ്ലോറും കാര്യങ്ങളൊക്കെ തുടക്കാനും ഒക്കെ ഉണ്ട്. അപ്പോൾ ആയിഷാത്ത ഏകദേശം തുടച്ച് കിച്ചണിൽ എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല, നല്ലൊരു കുളി പാസ്സാക്കണം. അപ്പോൾ ഒന്ന് എണ്ണയൊക്കെ തേച്ച് ഒന്ന് കുളിക്കാനൊക്കെ ഒന്ന് റെഡി ആവുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ ഒന്നും കമൻറ്റ് ചെയ്യാൻ ടൈം കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് ഒരു ഇമോജി, ഒരു ഹാർട്ട് ഇമോജിയോ അങ്ങനെ എന്തെങ്കിലും ഇട്ടാൽ മതി, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക്സ് ഫോർ വാച്ചിങ്.